ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സൂപ്പർ താരം PV സിന്ധു വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നു. അടുത്ത ദിവസമാണ് സിന്ധുവിന്റെ മത്സരമുള്ളത്. എസ്റ്റോണിയയുടെ ക്രിസ്റ്റിൻ കൂബയാണ് എതിരാളി. തുടർച്ചയായ രണ്ടാം ജയത്തോടെ പ്രീ ക്വാർട്ടർ പ്രവേശനം എളുപ്പമാക്കാനാണ് സിന്ധു ഇറങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് അനായാസ ജയമാണ് സിന്ധു സ്വന്തമാക്കിയിരുന്നത്. മികച്ച ഫോമിലാണ് സിന്ധു ഇപ്പോഴുള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം ദിജു ഒളിമ്പ്യൻ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നമുക്കറിയാം ബാഡ്മിന്റണിൽ നമ്മൾ വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു നിമിഷമാണ് കടന്നു പോകുന്നത്. ഒരു ഒളിമ്പിക്സ് ആണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സാത്വിക് ചിരാഗ് സഖ്യത്തിന്റെ പ്രകടനം, ഒപ്പം PV സിന്ധുവിന്റെ HS പ്രണോയിയുടെ ലക്ഷ്യ സെന്നിന്റെ ഒക്കെ പ്രകടനത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷ വെക്കുകയാണ്. ഇപ്പോൾ ദിജു നമുക്കൊപ്പം ചേരുകയാണ്. ദിജു, എങ്ങനെയാണ് ഇതുവരെയുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെ താങ്കൾ വിലയിരുത്തുന്നത്? ഇതുവരെ വളരെ മെച്ചപ്പെട്ട പ്രകടനത്തിലൂടെ ഇന്ത്യൻ താരങ്ങൾ കടന്നു പോകുന്നത്. ലേഡീസ് ഡബിൾസ് ഒഴികെ ബാക്കി എല്ലാ ഇനങ്ങളിലും ഇന്ത്യക്ക് മെഡൽ സാധ്യത തന്നെയാണ് ഉള്ളത്. ലേഡീസ് ഡബിൾസ് ഇന്നലെ കൊറിയയായിട്ടും ജപ്പാനായിട്ടും തോറ്റ സ്ഥിതിക്ക് ഇനി അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു മാച്ച് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പിന്നെ ലക്ഷ്യസെൻ ആണെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് മാച്ച് ജയിച്ചിരിക്കുകയാണ് കെവിൻ ഗോർഡനുമായിട്ട്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇനി അതിലുള്ളതൊരു ജോനാഥൻ ക്രിസ്റ്റി, ഒരു ഇന്തോനേഷ്യൻ പ്ലെയർ ബാക്കിയുണ്ട്. അവർ രണ്ടുപേരും ആയിരിക്കും ക്വാളിഫൈ ചെയ്യാൻ ചാൻസ്, ലക്ഷ്യസെനും ജോനാഥൻ ക്രിസ്റ്റിയും. ഓക്കെ ദിജു, PV സിന്ധുവിന്റെ ആദ്യ മത്സരം വളരെ അനായാസമാണ് സിന്ധു ആ മത്സരം ജയിച്ചത്. അപ്പം ഒരു നല്ല തുടക്കം സിന്ധുവിന് ലഭിച്ചു. അതുപോലെ തന്നെ HS പ്രണോയിയും പൊരുതി നേടിയ ഒരു ജയമാണ്. അപ്പോൾ ഈ രണ്ട് താരങ്ങളുടെ പ്രകടനത്തെ മാത്രം എടുത്തൊന്ന് ഇഴകീറി പരിശോധിച്ചാൽ എങ്ങനെയാകും? അതെ, സിന്ധുവിന്റെ പൂള് അത്ര ടഫ് പൂളല്ല, കാരണം സീഡഡ് പ്ലെയർ ആയതുകൊണ്ട്. ഇനി ഈ രണ്ട് മാച്ചും ജയിച്ച് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകുമ്പോഴാണ് സിന്ധുവിനും പ്രണോയ്ക്കൊക്കെ കുറച്ച് ടഫ് മാച്ച് വരുന്നത്. എനിക്ക് തോന്നുന്നു പ്രണോയ് ജയിച്ച് കയറിയാൽ അടുത്തത് വരുന്നത് എനിക്ക് തോന്നുന്നു ലക്ഷ്യസെൻ ജോനാഥൻ ക്രിസ്റ്റിയുടെ വിന്നറുമായിട്ടാണ്. അപ്പം ഗ്രൂപ്പ് സ്റ്റേജിൽ പ്രണോയ്ക്കും സിന്ധുവിനും കുറച്ച് ഈസി മാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പ്രണോയ് ലക്ഷ്യസെൻ മത്സരം ഇതിനിടയ്ക്ക് വരും എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഇതിൻ്റെ ഇടയ്ക്കല്ല. രണ്ടുപേരും രണ്ട് പൂളിലാണ്, രണ്ട് ഡിഫറെൻറ്റ് പൂളിലാണുള്ളത്. അപ്പുറത്ത് ലക്ഷ്യസെനും ജോനാഥൻ ക്രിസ്റ്റി എന്ന് പറഞ്ഞ ഇന്തോനേഷ്യൻ പ്ലെയറും ഉള്ളത്. അവരുടെ മാച്ച് നോക്കിയിട്ട് അതിൽ ആര് വിൻ ചെയ്യുന്നു ആര് ലൂസ് ആണെന്നുള്ളത് അതിനനുസരിച്ച് പ്രണോയ്ക്ക് അതിലൊരാളായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഓർമ്മ കറക്റ്റ് ആണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഈ പൂളിൽ എന്തായാലും വിന്നർ ഗ്രൂപ്പ് നമ്പർ 1 ആയി ക്വാളിഫൈ ചെയ്യാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, HS പ്രണോയുടെ പ്രകടനം നമുക്കറിയാം. അദ്ദേഹം ഏഷ്യൻ ഗെയിംസിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനം, അദ്ദേഹത്തിന്റെ ഒരു വാശിയേറിയ പ്രകടനം, അവസാന നിമിഷം ഒരുപക്ഷെ മത്സരം കൈവിട്ടു പോകുന്ന ഘട്ടത്തിലൊക്കെ പ്രണോയ് തിരിച്ചു വന്നതും, പ്രണോയ് അദ്ദേഹത്തിന്റെ കരുത്താർന്ന ഷോട്ടുകളിലൂടെ മത്സരം തിരിച്ചു പിടിക്കുന്നതും എതിരാളിയെ നിലംപരിശാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ നമ്മളൊന്ന് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രത്തോളം സാധ്യത HS പ്രണോയ്ക്ക് താങ്കൾ കൽപ്പിക്കുന്നുണ്ട്? സ്വാഭാവികമായും നമുക്കറിയാം, മലയാളി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം വളരെ മികച്ചതാവണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അതെ, എല്ലാവർക്കും ആഗ്രഹം പ്രണോയ്ക്ക് ഒരു മെഡൽ നേടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ലക്ഷ്യസെനും പ്രണോയും ജോനാഥൻ ക്രിസ്റ്റിയും ഒക്കെ ഇവരെല്ലാവരും ഒരേ ലെവലിൽ തന്നെ കളിക്കുന്ന പ്ലേയേഴ്സാണ് നമ്മുടെ ഇന്ത്യയുടെ പ്ലേയേഴ്സ്, ലക്ഷ്യയും പ്രണോയും. അപ്പോൾ ആ ഒരു ദിവസം ആര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും അന്നത്തെ വിജയവും. നമുക്ക് അങ്ങനെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആര് ജയിക്കും എന്നുള്ളത്. പക്ഷെ നമുക്കൊക്കെ ആഗ്രഹം പ്രണോയ് ജയിക്കണം എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഒരു കാര്യം കൂടി, സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. കാരണം പുരുഷ ഡബിൾസിൽ ആ ജോഡി ലോകത്തെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഈ രണ്ട് താരങ്ങൾ അവരുടെ ഒരു പ്രകടനത്തെ, ഇന്നത്തെ അവരുടെ മത്സരം മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടുള്ള പോക്കിന് പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ അല്ലേ? ഇല്ല, അത് മാറ്റിവെച്ചതല്ലല്ലോ. അവർ പുൾ ഔട്ട് ചെയ്തില്ല, ഇഞ്ചുറിയാണ്. അത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി അവർ ഇഞ്ചുറി കാരണം പുൾ ഔട്ട് ചെയ്തതാണ്. അതെ, ഓൾറെഡി ഒരു മാച്ച് ഇതിന് മുന്നേ സാത്വിക് ചിരാഗും ജയിച്ചതാണ്. ഇനി ഇന്തോനേഷ്യയായിട്ടാണ് അടുത്ത മത്സരം വരുന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീം ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഓൾറെഡി അവർ ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാ ചാൻസും കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യൻ പ്ലേയേഴ്സും സാത്വിക് ചിരാഗും ഓൾറെഡി നെക്സ്റ്റ് റൗണ്ടിലോട്ട് ക്വാളിഫൈ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിൽ നമ്പർ 1 ആരാ എന്നേ അറിയേണ്ടതുള്ളൂ. സാത്വിക് ചിരാഗ് ആണോ അതോ ഇന്തോനേഷ്യ ആണോ എന്നുള്ളത്. ഈ രണ്ടുപേരുടെ ഒരു പ്രകടനത്തെ എങ്ങനെയാണ്, ഈ ഒരു കോമ്പിനേഷനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഡബിൾസ് ആണ് സാത്വിക് ചിരാഗ്. നമുക്കറിയാം ഏഷ്യൻ ഗെയിംസിനെ പറ്റി നിങ്ങൾ സൂചിപ്പിക്കേണ്ട, ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് സാത്വിക്കും ചിരാഗും. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റിന് തീർച്ചയായിട്ടും ഒളിമ്പിക്സിൽ വളരെ നല്ല ചാൻസ് തന്നെയാണുള്ളത്.
അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഡബിൾസ് എല്ലാവരും വേൾഡ് ലെവലിൽ ഈ ഒളിമ്പിക്സിന് ഇപ്പം ക്വാളിഫൈ ചെയ്ത് എല്ലാവരും ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ഈക്വൽ ആയിട്ടുള്ള പേഴ്സാണ് എല്ലാവരും. അപ്പം ഈ ഗ്രൂപ്പിൽ നിന്ന് വിൻ ചെയ്ത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കടമ്പയാണ് കടന്നിട്ടുള്ളത്. ഇനി തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം അവർ കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മെഡൽ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് സാത്വിക് ചിരാഗിൽ നിന്ന്. ഓക്കെ, ഇപ്പോൾ ഒളിമ്പിക്സ് സ്വാഭാവികമായും പാരീസിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ വി ദിജുവിൻ്റെ മനസ്സും ഒളിമ്പിക്സ് വേദിയിലായിരിക്കും. സ്വാഭാവികമായ ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഒളിമ്പ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത വികാരമായിരിക്കും. ഈ പാരീസ് ഒളിമ്പിക്സിനെ എങ്ങനെയാണ് കാണുന്നത്? അവിടെ വലിയ ആവേശം കാണുമ്പോൾ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുന്നുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ഒളിമ്പിക്സിലൂടെ ബാഡ്മിന്റണിൽ നിന്ന് മാക്സിമം മെഡൽ ഇന്ത്യക്ക് ലഭിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെസ്, അതാണ് വി ദിജു, ഒളിമ്പ്യൻ, കേരളത്തിന്റെ അഭിമാന താരം, ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഭിമാന താരം. ഒട്ടനവധി മെഡലുകൾ നമുക്ക് നേടിത്തന്ന വി ദിജു ആണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ബാഡ്മിന്റണിൽ അദ്ദേഹത്തിന്റെ നാക്ക് പൊന്നാവട്ടെ. ബാഡ്മിന്റണിൽ കൂടുതൽ മെഡലുകൾ ഇന്ന് കൊയ്യുമ്പോൾ വി ദിജുവിനെ നമുക്ക് വീണ്ടും പാരീസിൽ വീണ്ടും കാണാം.